അങ്ങനെ പറയാം അപ്പാപ്പന്മാര്. വണ്ടി വരുമ്പോൾ റോട്ടോട് എടുത്തിയാണ്, അതുവരെ അനങ്ങാണ്ടിരിക്കും. അതുപോലെ തന്നെ ബൊലോറോയുടെ സ്റ്റിയറിങ്, പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫുൾ ടാങ്ക് റിച്ചാണ് റിച്ച്. അതാ നമ്മുടെ വണ്ടി വന്നു, അതാ വന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടർബോ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 3-4 ദിവസമായിട്ടുള്ളതാണ് ഈ നാട്ടിലാണെങ്കിൽ കറണ്ടും ഇല്ല, അതുപോലെ ടവറോ നെറ്റും ഒന്നും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചാൽ വണ്ടിക്കകത്ത് എണ്ണയില്ല കേട്ടോ. അപ്പോൾ ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ചു. വന്നാൽ പിന്നെ ആദ്യം പോയി വണ്ടിയിൽ എണ്ണ അടിക്കുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫോണൊന്നും ചാർജ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അത്യാവശ്യം മോഡിഫൈ ചെയ്തേക്കുന്ന ഒരു കമാൻഡർ ജീപ്പ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നമ്മുടെ ഈ 2 ജീപ്പും ഇപ്പോൾ പമ്പ് ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുറകിൽ അനിയൻപുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാണ്ട് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല ടർബോ വണ്ടിയാണ്, നല്ല പവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ 2 വണ്ടിയും പമ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം പോയി എണ്ണ അടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാം കേട്ടോ. അപ്പം നമ്മൾ മറയൂർ ടൗണിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജീപ്പ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതുവരെ അവർ വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഈ ജീപ്പിലെ കുറച്ച് പ്രത്യേകതകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വെറൈറ്റി ആയിട്ട് പണം ഇറക്കിയൊരു വണ്ടിയാണ് കേട്ടോ. അതേ ടയറൊക്കെ നല്ല ഹെവി ടയർ ഇട്ടിട്ടുണ്ട്. അതേ സൈഡിൽ ചെറിയ കട്ടിങ്സ്, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ വണ്ടി വന്നു, അതാ വന്നു. പാർട്ട് ഓഫ് ആക്കടാ, കോപ്പിറൈറ്റ് കിട്ടും, പാർട്ട് ഓഫ് ആക്കും. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് സാധാരണ വണ്ടിയിൽ ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതായത് ഈ ബൊലോറയിലൊക്കെ ഉള്ള ടൈപ്പ് ഡാഷ്ബോർഡാട്ടോ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബൊലോറോയുടെ സ്റ്റിയറിങ്, പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഫുൾ കസ്റ്റമൈസ്ഡ് ആണ്. അതേ പുറകിലൊക്കെ നോക്കിയാൽ മൊത്തം അറിയാം, നല്ല കിടിലായിട്ട് സീറ്റ് നല്ല പണം ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ സീറ്റ് ആയാലും അങ്ങനെ തന്നെ നല്ല കിടിലായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഈ ഒരു കുട്ടി സീറ്റിൻ്റെ പുറകിലുണ്ട് ടൂൾസും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. ഇവിടെ കണ്ട് ബാക്കി സ്പാൻഡറും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ 2 വണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി എണ്ണ അടിച്ചിട്ട് വരാം. ഇന്നലത്തെ മഴയെ തുടർന്ന് മരമൊക്കെ ഒടിഞ്ഞു വീണ കേട്ടോ. അതേ നോക്കി, രാവിലെ ഫോറസ്റ്റുകാർ ഒന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റിയേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, ഡീസൽ അടിക്കാൻ പോവാം. പാർട്ട് ഓഫ് ആക്കണം, കോപ്പറേറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാനായിട്ട് മറയൂർ മേലാടിയിലുള്ള ഭാരത് പെട്രോളിയത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒരു വണ്ടി അവിടെ പെട്രോൾ അടിക്കാൻ കയറ്റിയിട്ടുണ്ട്. അതെ, ഇനി പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് നമ്മളിങ്ങനെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എത്രയ്ക്കാ? ഫുൾ ടാങ്കാ? ഓൾറെഡി ഹാഫ് ടാങ്ക് കിടപ്പുണ്ട്. 12 ഭാവി ഗൈസ്, നമ്മളിങ്ങനെ കേട്ടോ നമ്മൾ ജീപ്പിൽ ഫില്ല് ചെയ്യണം. ഇങ്ങനെ തുളുമ്പാൻ നേരത്ത്, ഇങ്ങനെ ആട്ടാൻ നേരത്ത് എണ്ണ ഉണ്ടെങ്കിൽ തുളുമ്പും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് എത്രത്തോളം അടിച്ചെന്നുള്ള അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരിക്കുകയാണ്. എത്രയൊക്കെ അടിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് 2.7 ലിറ്റർ അടിച്ചിട്ടുണ്ട്. 2,613. ഗൂഗിൾ പേ. അപ്പോൾ അതെ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. 2,613. അപ്പോൾ അതിനകത്ത് നേരത്തെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേ ബാക്കിയും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവാണ്. അതെ, നമ്മുടെ ജീപ്പിൽ ഫുൾ ടാങ്ക് അടിച്ചേക്കാം കേട്ടോ. അതെ, ഫുൾ ടാങ്ക് റിച്ചാണ് റിച്ച്.
അങ്ങനെ നമ്മൾ മറയൂർ ടൗൺ എത്തിയേക്കുവാണ്. ഇതാണ് മറയൂർ ടൗൺ. അവൻ്റെ അടുത്ത് പോവാം. അതെ, അങ്ങനെ കുറെ അപ്പാപ്പന്മാര് വണ്ടി വരുമ്പോ റോട്ടോട് എടുത്തിയാണ്, അതുവരെ അനങ്ങാണ്ടിരിക്കും. KSEB കറണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് 4 ദിവസമായി, ഇതുവരെ കണ്ടിട്ടില്ല. 5 ദിവസം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് മറയൂർ ടൗണിൽ വന്നിട്ടൊരു ചായ കുടിച്ചായിരുന്നു കേട്ടോ. അത് ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ടൗണിൽ ഒരു റൗണ്ട് കറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ പേടിക്കാവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് കുത്തിയിടുകയും ചെയ്യാം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് കറങ്ങാനും പോകാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ട്, നമുക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു ജീപ്പ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. പാട്ട് ഓഫ് ആക്കണം, കോപ്പറേറ്റ് കിട്ടും.